നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പം ഞാനെന്നുള്ളത് കണ്ടങ്കാവിലാണ് കേട്ടോ. കണ്ടങ്കാവിൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ നക്ഷത്രഫലം പറയുന്ന ഒരു പരിപാടി നമ്മൾ കുറേ മാസങ്ങളായിട്ട് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ മീനമാസത്തിൽ അതായത് ഇംഗ്ലീഷ് മാസം മാർച്ച് 15 തീയതി മുതൽ ഏപ്രിൽ 13 തീയതി വരേക്കുള്ള സമയങ്ങളിലുള്ള നിങ്ങളുടെ നക്ഷത്രഫലമാണ് ഞങ്ങളിപ്പോൾ ഈ മാസം പറയണത്. അപ്പോൾ എന്തായാലും ഇത് കുറേ ആളുകൾ ഞങ്ങളെ ഈ നക്ഷത്രഫലം പറയണത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ വീഡിയോ കണ്ടിട്ട് നമ്പറിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. എല്ലാ മാസവും ഞങ്ങളിത് തുടർന്ന് പോവും കൃത്യമായിട്ട്. അപ്പോൾ അതിന് സ്ഥിരം കാഴ്ചക്കാരും നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ജ്യോത്സ്യൻ മോഹൻദാസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഈ മാസത്തെ നിങ്ങളുടെ നക്ഷത്രഫലം പറയും. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാസം നക്ഷത്രഫലത്തിലേക്ക് കിടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുടെ ഈ മാസത്തെ നക്ഷത്രഫല ചിന്തയിലെ മീനമാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ, അതായത് മാർച്ച് മാസം 14-ാം തീയതി തൊട്ട് ഏപ്രിൽ മാസം 13-ാം തീയതി കൂടി വരുന്ന 30 ദിവസങ്ങളിലെ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഈ മീനമാസം കാലയളവിൽ എങ്ങനെയെന്നത് തന്നെയാണ് ആദ്യമായി കാണേണ്ടത്. അപ്പോൾ ആദ്യമായിക്കൊണ്ട് തന്നെ അശ്വതി, ഭരണി, കാർത്തിക ഇങ്ങനെ വരുന്ന ഈ 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ എങ്ങനെയെന്ന് തന്നെയാണ് സൂക്ഷ്മതയോടെ കാണേണ്ടത്. അപ്പോൾ മീനമാസത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ, മീനത്തിൽ തന്നെയാണ് ശനി. അപ്പോൾ ഈ മീനമാസം സംബന്ധിച്ച് ഈ മേടൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു മൗഢ്യം വരുന്നൊരു അവസരം കാണുന്ന പറയും. അങ്ങനെ വരുമ്പോൾ 12-ാം ഭാവാധിപൻ, അതായത് മീനമാസത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണങ്ങൾ 4 ആയതുകൊണ്ട് തന്നെ ഒരു ചില വിഷമങ്ങളാണ് കാണുക. ലഗ്നാധിപനായ ചൊവ്വയെ കൊണ്ട് കാണുമ്പോഴും പൂർണ്ണമായും ഒരു സമാധാനം കിട്ടാത്ത അവസരത്തിൽ വരും. അപ്പോൾ എന്തൊക്കെയാണ് ഇതുകൊണ്ട് സംഭവിക്കുക എന്നാണ്. ലഗ്നാധിപനായിക്കൊണ്ട് വരുന്നതും 12-ൽ നിൽക്കുന്നതും ഇവർക്ക് അതുപോലെ തന്നെ അനുകൂല ഫലം എന്ന് പറയുന്നത് മിഥുനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് മാത്രമേ കാണൂ. അത് 3-ലായതുകൊണ്ട് ചില നന്മയുണ്ട്. ബാക്കിയുള്ള ഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഒരു വിഷമാവസ്ഥയിലാണ് കാണുക. അതുകൊണ്ട് തന്നെ ഈ മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഈ മീനമാസം കാലയളവിൽ പൂർണ്ണമായ സമാധാനം കിട്ടാനായിക്കൊണ്ട് ലഗ്നാധിപനായി വരുന്ന ചൊവ്വയ്ക്കാണ് ഒരു വഴിപാട് കഴിക്കേണ്ടത്. അപ്പൊ ചൊവ്വയ്ക്ക് എന്തെന്നാണ്, അത് ഭഗവത് സേവ തന്നെയാണ് ഉത്തമം. ഭഗവതിക്ക് ഒരു ഭഗവത് സേവ കഴിക്കുക. അത് ഓരോരുത്തരും അവരവരുടേതായ തട്ടകത്തിലെ ഭഗവതിക്കാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ അവരുടെ ദേഹപുഷ്പാഞ്ജലി കഴിക്കുക. ഒരു പരിധി വരെ ഈ ദോഷങ്ങൾക്ക് പരിഹാരമാവും. പിന്നെ ഇവർക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 7.5 ശനി, അതായത് മീനമാസം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയെ കൊണ്ടും ദോഷങ്ങളുണ്ട്. പക്ഷേ അത് മൗഢ്യരാശി കൂടെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇവര് ശനിദോഷ പരിഹാരത്തിനായിക്കൊണ്ടും ഒരു പൂജാകർമ്മങ്ങൾ ചെയ്യാം. അത് ഏറ്റവും നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് ശാസ്താവിന് തന്നെയാണത്. നീരാഞ്ജനം, അതുപോലെ തന്നെ അപ്പം കഴിച്ചുകൊണ്ടും ശാസ്താവെങ്കിലും ഒരു ദേഹപുഷ്പാഞ്ജലി കഴിക്കുക. ഈ 2 വഴിപാട്, അതായത് ഒന്ന് ചൊവ്വയ്ക്ക്, ഒന്ന് ഭഗവതിക്കും, ഒന്ന് ശാസ്താവിനും കഴിക്കുമ്പോൾ ഈ മീനമാസത്തിൽ വരുന്ന വലിയ കഷ്ടങ്ങൾക്കൊക്കെ ഒരു സമാധാനം കിട്ടിക്കൊണ്ട് ഒരു പരിധി വരെ സന്തോഷത്തോടെ മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് ഈ വരചിന്തയിൽ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാസം വളരെ സമാധാനം കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് ഇടവൻ രാശിയാണ്, അതായത് ഇടവക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2.25 ഭാഗം നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകീരത്തിന്റെ 1/2 ഭാഗം ചേർന്ന് വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 2-ൽ വ്യാഴം ചില നേട്ടങ്ങളാണ് വരുത്തുക. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ കാലയളവിലും മീനമാസത്തിൽ പുതിയതായ തൊഴിൽ അല്ലെങ്കിൽ പുതിയതായ ജോലി, അതുപോലെ തന്നെ പുതിയ ഭവനം, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പരിധി വരെ നല്ല സമയമായി കാണും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കാനും പുതിയതായ എല്ലാ കാര്യത്തിനും വളരെ അനുകൂലമാവുന്നതും, അതുപോലെ തന്നെ സേന മേധാവിത്വങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് സർക്കാർ ജോലിയിലൊക്കെ വരുന്നവർക്ക് വളരെയധികം നല്ലൊരു സമയമായിട്ടാണ് കാണേണ്ടത്.
പ്രത്യേകിച്ചും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയിൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് പൂർണ്ണമായിക്കൊണ്ടും സന്തോഷത്തോടെ എത്തും. എങ്കിലും ഈ ബുധൻ എന്ന ഗ്രഹത്തിന് മീനരാശിയിൽ ചെറിയൊരു മൗഢ്യങ്ങളുണ്ട്. പക്ഷേ ഈ മൗഢ്യവും ഒരു ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ തീർന്നുകൊണ്ട് സമാധാനം കിട്ടുന്ന ഒരു സ്ഥിതിയിലാണ് വരിക. അപ്പോൾ എല്ലാ നിലവാരത്തിലും ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് നന്മ തന്നെയാണ് കാണേണ്ടത്. എന്നിരുന്നാലും ഇവർക്ക് മാനസികമായ ചില പ്രയാസങ്ങൾ വരുന്നവർ അത് ചന്ദ്രനെ കൊണ്ടാണ് കാണുക. അങ്ങനെ കാണുമ്പോൾ മനസ്സിന് സംഭവിക്കുമോ അല്ലെങ്കിൽ സംഭവിക്കില്ലേ എന്നുള്ള തോന്നലുകളും മനസ്സിന് ചില കഷ്ടങ്ങളും വരുന്ന സ്ഥിതി ഉണ്ടാവും. ഇതിന് ഏറ്റവും ഒരു നല്ല വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് ഗണപതി തന്നെയാണ്. ഗണപതിക്കാണല്ലോ അങ്ങനെ ഈ ആപത്ത് ഘട്ടങ്ങളിൽ വിഘ്നങ്ങളില്ലാതെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദേവൻ. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വരന് ഒരു കറുകമാല നെയ്വിളക്ക് കഴിച്ചുകൊണ്ടും ദേവന് ഒരു അട വഴിപാട് കഴിച്ചുകൊണ്ടും അവിടെ തന്നെ ഗണപതിക്ക് ഒരു ദേഹപുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ഈ ഇടവൻ രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരുടെ സർവ്വ വ്യക്തികൾക്കും പരിഹാരങ്ങളായിക്കൊണ്ട് സർവ്വ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മീനമാസത്തിൽ മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായിട്ട് ഇടവൻ രാശിയാണ്, അല്ല മിഥുന രാശിയാണ്. മിഥുന രാശിയിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഗ്നാധിപനായി വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മകീരത്തിന്റെ അരഭാഗം തിരുവാതിര പൂർണ്ണമായും പുണർത്തത്തിന്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ലഗ്ന വ്യാഴം എന്നുള്ള ഗ്രഹം കഴിഞ്ഞ മാസത്തിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പോകുന്ന സ്ഥലത്തൊക്കെ ചെറിയ തരത്തിലുള്ള തടസ്സങ്ങളും ചെറിയ ചില ബുദ്ധിമുട്ടുകളും സംഭവിക്കും എന്നാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ പരിഹാരാർത്ഥമായി എന്താണ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മിഥുന രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് തടസ്സ ദുരിത ദോഷങ്ങൾ തീർക്കാനായിട്ട് വ്യാഴത്തിനാണ് ഒരു വഴിപാട് കഴിക്കേണ്ടത്. അതായത് ഈ മിഥുന രാശിയിൽ തന്നെയാണ് ഈ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിനൊരു വഴിപാട്, അത് വിഷ്ണു ക്ഷേത്രത്തിലാണ് ഏറ്റവും പ്രധാനം. വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം തുളസിമാല ദേവനായിട്ടുള്ള ഒരു നിവേദ്യം, അലങ്കാരവും ഭോജനം. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ദോഷങ്ങൾ തീർക്കാനായിക്കൊണ്ട് തന്നെ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാളിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതിരിക്കാനായിക്കൊണ്ട് തന്നെ ഈ ശത്രുദോഷത്തിന് പരിഹാരമാവുന്ന രൂപത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് സന്ധ്യാനാമങ്ങൾ ഉരുവിടുന്ന പോലെ തന്നെ സദാസമയം വിഷ്ണു നാമങ്ങൾ ഉരുവിടുമ്പോൾ ഈ തടസ്സദോഷത്തിന് ഒരു പരിഹാരങ്ങളാണ്. അത് അറിയും മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും ഉരുവിടാം, ഏതായാലും അത് ദോഷങ്ങളില്ല. നാരായണ മന്ത്രങ്ങളാണെങ്കിലും ഉത്തമം തന്നെയാണ്. അങ്ങനെ വ്യാഴ തടസ്സങ്ങൾ മാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇത് എല്ലാവർക്കും സഹായമാവുന്ന ഒരു വഴിപാട് കർമ്മങ്ങൾ കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വ്യാഴ തടസ്സങ്ങളില്ലാതെ അഭിവൃദ്ധിയോടെയും ഐശ്വര്യത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയുന്നതും പിന്നീട് ഇവർക്ക് 10ൽ ശനി എന്ന് പറഞ്ഞ ഗ്രഹമുണ്ട്. അതായത് മീനമാസത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും ദുഷ്കരം, ദേഹദോഷം, ചില ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം വരുത്തുന്നത് ഈ ശനിയെ കൊണ്ടാണ്. വ്യാഴം തടസ്സവും ശനി കർമ്മത്തിലും വരുമ്പോൾ സർവ്വ ദുരിത ദോഷങ്ങളാണ് ഇതിന് കാരണങ്ങൾ. അപ്പോൾ ശനിക്കും ഒരു വഴിപാട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ശനിക്ക് ചെയ്യേണ്ടത് തൊഴിലിൽ വരുന്ന സ്തംഭനങ്ങൾക്കും തൊഴിൽ വരുന്ന തടസ്സങ്ങൾക്കും ഒക്കെ ശനിക്ക് കഴിയും വിധത്തിലൊരു വഴിപാടാണ് ചെയ്യേണ്ടത്. അത് ഒന്നുകിൽ ശനിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ഒരു ധാര കഴിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ തന്നെ അലങ്കാരമായിക്കൊണ്ടുള്ള ഒരു കൂവളം മാല കഴിക്കുക. അതുപോലെ തന്നെ ദേവനൊരു നിവേദ്യം കഴിക്കുമ്പോൾ ഒരു കടാവിളക്ക് കൂടി സമർപ്പിക്കുകയാണെങ്കിൽ ദേഹദോഷത്തിനും പൂർണ്ണമായ ഒരു സമാധാനം കിട്ടിക്കൊണ്ട് ഐശ്വര്യത്തോടെ അഭിവൃദ്ധിയോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് മിഥുന മാസത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മകീരത്തിന്റെ അരഭാഗം തിരുവാതിര പുണർത്തത്തിന്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന മിഥുനം രാശിക്കാരെ കാത്തിരിക്കുന്ന ഈ വരച്ചിന്തയിലെ ഈ മീനമാസത്തിലെ ഈ വഴിപാട് കൊണ്ട് തന്നെ പൂർണ്ണമായും നിങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിലെ പുണർത്തത്തിന്റെ 1/4 ഭാഗം പൂയം ആയില്യം ഇങ്ങനെ കാത്തിരിക്കുന്ന ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് മീനമാസത്തിലെ കുടുംബത്തിലെ ചെറുതരത്തിലുള്ള ചിതരങ്ങളോ അല്ലെങ്കിൽ കലഹങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ചില സാധ്യതകൾ ഉണ്ട് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മനോവിഷമങ്ങൾക്ക് ഒരു കാരണങ്ങളായി വരും. ഇത് എന്തുകൊണ്ട് എന്നാൽ ഇവർക്ക് വരുന്നത് 12ലാണ് വ്യാഴം വരുന്നത്. അതേപോലെ തന്നെ ഈ 12ലെ വ്യാഴം എന്ന് പറയുന്നത് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ തന്നെയാണ് വരുത്തുക. പ്രത്യേകിച്ചും ഏറ്റവും ജ്യോതിഷപരമായി മോശമായൊരു സമയം എന്ന് പറയുന്നതിലും 12ലെ വ്യാഴം തന്നെയാണ് കണക്കാക്കേണ്ടത്. പിന്നീട് ഇവർക്ക് 2ലെ സർപ്പം തന്നെയാണ്, അതായത് രാഹു. ഇതും ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതായത് രാഹു കേതുക്കളും ഒരേപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് വരുത്തുക. അപ്പോൾ അത് രാഹു ആയാലും കേതു ആയാലും
ചില ബുദ്ധിമുട്ടുകൾ വരുത്തും. അപ്പോൾ ഇതും ഒരു കേതുവിനെ കൊണ്ട് ചില ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രാഹു കേതുക്കൾക്കും ചെറിയ വിഷമങ്ങൾ വരുത്തുന്ന പറയുക. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസമാധാനം കുറയുന്നതും കർമ്മരംഗത്തും അല്ലെങ്കിൽ പഠനരംഗത്തും അല്ലെങ്കിൽ ഗ്രഹസ്ഥാനത്തും മനോവിഷമങ്ങളാണ് ഏറ്റവും പ്രധാനമായി സംഭവിക്കേണ്ടത്. അപ്പോൾ ഇതിനെന്ത് എന്നുള്ള പരിഹാരാർത്ഥമായി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാഗക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിക്കാം. കേതുവിനും രാഹുവിനും ചെയ്യാൻ പറ്റുന്ന വഴിപാട് നാഗക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഈ കേതുവിൻ്റെ ഒരു വഴിപാട് കഴിച്ച് ഈ ദോഷത്തിനൊരു പരിഹാരം കാണാം. അതുപോലെ തന്നെ മനോനില സമാധാനത്തിനും അതുപോലെ തന്നെ സന്തോഷത്തിനുമാവാൻ വേണ്ടിക്കൊണ്ട് മറ്റൊരു വഴിപാട് ചെയ്യേണ്ടത് അത് വായു പുത്രൻ എന്ന് പറയുന്ന ഹനുമാൻ സ്വാമിക്കാണ്. ഹനുമാൻ സ്വാമിക്ക് കുഴച്ച അവില് നിവേദ്യമായിക്കൊണ്ടും നെയ്വിളക്കും വെറ്റിലുമാലയും സമർപ്പിക്കുമ്പോൾ ഈ കേതു ദോഷങ്ങളും അതുപോലെ തന്നെ ഈ മനപ്രയാസം വരുന്നതിനും പരിഹാരമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ 2 ഭാഗം നക്ഷത്രക്കാരുടെ വരച്ചിന്തയിൽ കാണുന്നത്. ഇത് വിദ്യാർത്ഥികൾക്കും ചെറിയ ചില സമയം ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാസൂക്ത മന്ത്രപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വിദ്യാസൂക്ത യന്ത്രങ്ങളും ധരിക്കുന്നതും ഒരു പരിധിവരെ ഈ ദോഷത്തിനെ മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില പരിഹാരങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മാസത്തിലെ ദോഷങ്ങളില്ലാതെ സമാധാനപൂർവം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിലെ മകം, പൂരം, ഉത്തരത്തിൻ്റെ 1/4 ഭാഗം ചേർന്ന് വരുന്ന മകൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ചെറിയ ചില സമാധാനം കിട്ടുന്ന അവസരങ്ങൾ തന്നെയാണ്. അതായത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ഉയർച്ചകൾ വരിക അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വരിക. അതുപോലെ തന്നെ ധനത്തിന് തടസ്സങ്ങളുള്ളവർക്കൊക്കെ ധനതടസ്സത്തിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങൾ വരിക. എന്നാൽ കേതുവിനെ കൊണ്ട് ചില ഖേദങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു ദുരിതം എന്ന് പറയുന്നതും ചൊവ്വയെ കൊണ്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വ്യാഴം ഇവർക്ക് അനുകൂലമാണെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവാമെന്നാണ് കാണുന്നത്. അപ്പോൾ എന്നാൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മാസത്തിൽ പാടെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഇവർക്ക് വിജയിക്കാനായിക്കൊണ്ടും സമാധാനം കിട്ടാനും വാക്ക് തർക്കങ്ങളിൽ നിന്ന് ദോഷങ്ങൾ വരാതെ കണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയോടെ മുന്നോട്ട് പോകാനും ഇവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലുള്ള ഒരു വഴിപാടാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉത്തമമായ ഒരു വഴിപാട് തന്നെയാണ് അത്. പാലാഭിഷേകം, അതുപോലെ തന്നെ പാൽപ്പായസം, അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി, സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും ഈ കഠിനമായ ഈ മനോവിഷമത്തിനും ശത്രുദോഷത്തിനും വാക്ക് തർക്കത്തിനുമൊക്കെ പരിഹാരാർത്ഥമായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉത്തമമായ ഒരു വഴിപാടായിട്ടാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്കും ഈ മാസം സമാധാനം കിട്ടാനുള്ള ഉത്തമ വഴികൾ എന്നുള്ളതാണ് കാണുന്നത്. അതെ, സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിപാട് നിർദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സമാധാനം കിട്ടാനുള്ള വഴി തേടിക്കൊണ്ട് തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമി പോയതും ആ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വഴിപാട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പൂർണ്ണമായും സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് കന്നിക്കൂർ. കന്നിക്കൂറിലെ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം, ചിത്ര അരഭാഗം, ഉത്തരത്തിൻ്റെ അരഭാഗം, അത്തം, ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നത് ശനി ദുരിതത്തിലാണ് അല്ലെങ്കിൽ 7-ലാണ്. ഇത് കണ്ടകശനിയായിട്ടാണ് കാണുന്നത്. ഈ ശനിയെ കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ വരുത്തേണ്ടതും ഉത്തരത്തിൻ്റെ 3/4 ഭാഗം, അത്തത്തിൻ്റെ പൂർണ്ണമായും ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് ശനിയെക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതിൽ തന്നെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ മീന രാശിയിൽ തന്നെയാണ് സൂര്യനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ സൂര്യനും ശനിയും ഒരേ ഗ്രഹത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് കോണി നക്ഷത്രം എന്നുകൂടി ഇതിന് പറയണം. കോണെന്ന് വെച്ചാൽ അതായത് ഓരോ കോണിലാണ് ഈ നക്ഷത്രഭാഗം വരുന്നത്. മീനൻ രാശിയിലാണ് സൂര്യനും ശനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. അത് സൂര്യനും ശനിയും ഒരേ ഗ്രഹത്തിൽ വരുന്നത് മീനമാസത്തിലാണ്. ഇനി ശനിക്കും മാറ്റങ്ങളുണ്ട്, സൂര്യനും ഉണ്ട്. തത്സമയം ഈ 2 ഗ്രഹങ്ങളും പരസ്പരം ശത്രുക്കളുമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു സ്വസ്ഥത കിട്ടാതെയും സമാധാനം കിട്ടാതെയും കർമ്മരംഗത്ത് തടസ്സപ്പെടുന്ന അവസരങ്ങളും അറിയാതെ വരുന്ന ചില മനസമാധാന കുറവുകളൊക്കെ ഇവരെ ബാധിക്കുന്ന ചില അവസരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ധനനഷ്ടങ്ങൾ. ശനി ധനാധിപനാണ്, പക്ഷേ ശനിയുടെ കൂടെ നിൽക്കുന്നത് സൂര്യനായതുകൊണ്ട് തന്നെ അമിതമായ ധനച്ചെലവുകൾ വരുന്ന പറയും. അതായത് ആഗ്രഹിക്കാത്തതിനേക്കാൾ കൂടുതൽ പണച്ചെലവുകൾ വരും. അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം എന്ന് പറയുന്നത് ശിവനൊരു വഴിപാട് കഴിക്കും. അത് സമാധാനം കിട്ടാനാണ്. അത് ഇളനീര് ധാര ഉത്തമമാണ്.
അതുപോലെ തന്നെ ഒരു കടാവിളക്ക് ആയുർദോഷങ്ങൾ ഇല്ലാതിരിക്കാനും നിവേദ്യത്തോടു കൂടെ കഴിക്കുക. അപ്പൊ അതൊന്നും ഒരു പരിഹാരവും. പിന്നീട് ഈ ധനനഷ്ടങ്ങൾ ഇല്ലാതെ കണ്ട് സമാധാനമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമ വഴിപാട് കുചേലാവിൽ സമർപ്പണം മറ്റുള്ളൊരു വഴിപാടുണ്ട്. അതായത് കുചേലൻ ഒരുപാട് ദാരിദ്ര്യ ദുഃഖത്തുനിന്ന് ശമനം കിട്ടാനായിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചതും അതിന്റെ സങ്കല്പം വെച്ചുകൊണ്ടാണ് ഈ കുചേലാവിൽ നിവേദ്യം. അങ്ങനെ വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു അവിൽ നിവേദ്യ സമർപ്പണം നടത്തുക. അതായത് അവിൽ പൂജ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ധനനഷ്ടത്തുനിന്നും ഒരു പരിഹാരങ്ങളാവും, ശനി ദോഷത്തുനിന്നും ഒരു പരിഹാരവും. ഈ രണ്ട് വഴിപാട് കഴിക്കുമ്പോൾ ഈ കന്നിക്കൂറിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലെ അറിയാതെ വരുന്ന ധനച്ചെലവിനും അറിയാതെ വരുന്ന ദുരിതത്തിനും ദോഷത്തിനും ഒക്കെ മോചനം കിട്ടിക്കൊണ്ട് സമാധാനപൂർവ്വം പോവാൻ കഴിയും. ഇതിലെ ഈ ഉത്തരത്തിന്റെ 3 ഭാഗം, പിന്നീട് പറഞ്ഞത് അത്തം, ഇങ്ങനെ ഒരു നക്ഷത്രം കൂടി ഉണ്ടല്ലോ. അങ്ങനെയുള്ള 2 ഭാഗം, ചിത്രയുടെ അരഭാഗം. അതിൽ ഈ അത്തം നക്ഷത്രക്കാർക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായ ഒരു വഴിപാട് കൂടി ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അത് ഗണപതി ഒരു നാട് കൂടിയാണല്ലോ. അപ്പൊ ഗണപതിക്ക് ഒരു വിഘ്നദോഷങ്ങൾ ഇല്ലാതിരിക്കാനായിക്കൊണ്ട് ഒരു നെയ്വിളക്ക് കൂടി സമർപ്പിക്കുകയാണെങ്കിൽ ഇത് അതിൽ പറഞ്ഞ 2 ഭാഗത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണത്. അങ്ങനെ കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പൂർണ്ണമായ സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് തുലാക്കൂറിൽ ചിത്രയുടെ അരഭാഗം ചോതി, വിശാഖത്തിന്റെ 3 ഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കാത്തിരിക്കുന്നത് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നിരുന്നാലും ഇവർക്ക് അറിയാതെ വരുന്ന അപകടങ്ങളോ അല്ലെങ്കിൽ വീഴ്ചകളോ ഒക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു അവസരങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഇവരെ കാത്തിരിക്കുന്നത് ശനി 6-ലാണ്. ഈ 6-ൽ വരുന്ന ശനിയും അത് മീനൻ രാശിയിലാണല്ലോ. അതേപോലെ തന്നെ അതിൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും 5-ലെ ബുധന്റെ പ്രയാണം അല്ലെങ്കിൽ ബുധന്റെ മാറ്റം വരയ്ക്കും ചില ബുദ്ധിമുട്ടുകളും ഇവരെ സംഭവിക്കാമെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇവരെ ഏറ്റവും സമാധാനം കിട്ടാനും അതുപോലെ തന്നെ വീഴ്ചകളും ക്ഷതങ്ങളും ഇല്ലാതെ കണ്ട് അഭിവൃദ്ധിയിൽ ഐശ്വര്യത്തിലും പോകാനും സർവ്വവിഘ്ന ദുരിതദോഷത്തിനായിട്ടുള്ള ഒരു വഴിപാട് കഴിക്കുക. അത് ഏറ്റവും നല്ലത് ഗണപതി ഹോമം തന്നെയാണ്. അപ്പോൾ 6-ൽ വരുന്ന ശനി ശത്രുസ്ഥാനത്താണ്, ശനി ദോഷത്തിലല്ല. എന്നിരുന്നാലും ശനിയെ മറികടക്കാനും ശത്രുദോഷത്തിൽ നിന്ന് മറികടക്കാനും വിഘ്നേശ്വരനെ കൂടുതൽ ഐശ്വര്യത്തോടെ നിലനിർത്താനും പറ്റുന്ന ഒരു വഴിപാട് തന്നെയാണ് ഗണപതി ഹോമം. ഗണപതി ഹോമം കഴിക്കുമ്പോൾ പിന്നീട് ചെയ്യേണ്ടത് തട്ടകത്തിലെ ഭഗവതിക്ക് ഒരു കഴിയും വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും ഇതേ കാത്തിരിക്കുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ ക്ഷതങ്ങളൊന്നും ഇല്ലാതിരുന്ന് പൂർണ്ണമായ സന്തോഷത്തോടെ എത്താൻ ഈ തട്ടകത്തിൽ ഭഗവതി എന്നുള്ളത് ദുർഗാ ഭഗവതിയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഭദ്രകാളിയാണെങ്കിൽ നല്ലതാണ്. ദേഹ ശത്രു മുട്ടുകൂടി തീർക്കുകയാണെങ്കിൽ ഉത്തമമായിക്കൊണ്ടും മീനമാസം സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് വൃശ്ചിക രാശി അല്ലെങ്കിൽ വൃശ്ചികക്കൂറിൽ വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ടം ഇങ്ങനെ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരു ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സമാധാനങ്ങളും സന്തോഷങ്ങളുമാണ്. ഇവരെ കാത്തിരിക്കുന്ന വൃശ്ചിക രാശിയിൽ കാത്തിരിക്കുന്നതും പുതിയ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളോ തുടങ്ങാൻ പറ്റുന്നതും അതിൽ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതും അഭിവൃദ്ധിയോടെ പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാൽ കൂട്ടു ബിസിനസ് അല്ലെങ്കിൽ ഷെയർ ബിസിനസ്സൊക്കെ ഇവർക്ക് ചില കലഹങ്ങളോ ശത്രുദോഷങ്ങളോ വന്നുകൊണ്ട് തർക്കങ്ങൾ വരാം. അതുപോലെ തന്നെ മാനഹാനികളും വരാവുന്ന ചില സ്ഥിതികളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ 2-ാം ഭാവം വാക്ക്, പ്രവൃത്തി, കർമ്മം അത് ധനുരാശിയാണ്. അതിലെപ്പോഴും തർക്കങ്ങളും ദോഷങ്ങളും സംഭവിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് എടുക്കപ്പെട്ടു എന്നിരുന്നാലും അവസാന നിമിഷം പുറന്തള്ളുന്നതോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ശത്രുദോഷങ്ങളോ വരാവുന്ന ഒരു സ്ഥിതി കൂടി ഇതിൽ കാണണം. അപ്പോൾ അത് രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്കാര്യത്തിൽ ഇരിക്കുന്നവരും വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ചില അസൂയ ശത്രുദോഷങ്ങൾ സംഭവിച്ചുകൊണ്ട് ദുരിതപ്പെടുന്ന ഒരു അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിലെടുത്ത് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിനെന്ത് പരിഹാരം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഒരു വഴിപാട് സർവ്വവിഘ്ന ദുരിതദോഷങ്ങൾ തീരാനും സർവ്വകാര്യങ്ങൾ സാധിക്കാനും ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് നവഗ്രഹ ഹോമം തന്നെയാണ്. നവഗ്രഹ ഹോമം കഴിച്ചുകൊണ്ടും പിന്നീട് കാര്യസാധ്യത്തിനുള്ള പൂജകളും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്നത് ഈ കാര്യസാധ്യ പൂജ എവിടെയെന്നുള്ളതാണ്. അത് ഏറ്റവും നല്ലത് കാര്യസാധ്യ പൂജ, കാര്യസാധ്യ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് ശാസ്താവെങ്കിലാണ്. അപ്പോൾ ഇവിടെ ശാസ്താവാണോ ദോഷം ചോദിച്ചാൽ അല്ല, ദോഷം വരുന്നത് 2-ാം ഭാവം തന്നെയാണ്. അപ്പോൾ വാക്ക്, പ്രവൃത്തി, കർമ്മം അത് പ്രത്യേകിച്ചും എല്ലാ നിലവാരത്തിലുള്ളവർക്കും
ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ഉഴകുന്ന ഒരു വഴിപാടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗണപതി ഹോമം, അതുപോലെ തന്നെ നവഗ്രഹ ഹോമം എന്നൊക്കെ പറയുന്നത് ചില പ്രധാന വഴിപാടുകളാണ്. അതുകൊണ്ട് തന്നെ നവഗ്രഹ ഹോമം കഴിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് പൂർണ്ണമായും ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും സന്തോഷത്തിലും എത്തിപ്പെടാൻ കഴിയും. പിന്നീട് ഇവർക്ക് വരുന്ന ഒരു ശത്രുദോഷം എന്നുള്ളത്, ഇവർ പറയുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ കണ്ടോ അതിന് വരുന്ന ഒരു വ്യാഖ്യാനങ്ങളോ തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ആയിരിക്കാം. അതിന് ഏറ്റവും നല്ലത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ ദേഹശത്രു കർമ്മ മുട്ടുകൾ കൂടി തീർത്തുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വൃശ്ചിക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്കും വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ അധിപന് വരുന്നതും ഒരു ചൊവ്വ തന്നെയാണല്ലോ. വൃശ്ചിക രാശിയിലെ അധിപൻ ചൊവ്വ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭദ്രകാളി ക്ഷേത്രത്തിലെ വഴിപാട് നിങ്ങൾക്ക് ഏവർക്കും സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് ധനുക്കൂർ അല്ലെങ്കിൽ ധനുരാശി. ധനുരാശിയിൽ കാത്തിരിക്കുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ഭാഗം ചേർന്ന് വരുന്നതാണ്. അപ്പൊ ഈ രാശിക്കാരെ കുറിച്ച് കാത്തിരിക്കുന്നത്, ഇവർക്ക് 4ലാണ് ശനി, മീനൻ രാശിയിലാണ് ശനി ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മീനൻ രാശിയിലാണ്. മാറാൻ ഇനിയും സമയങ്ങളുണ്ട്. എല്ലാ ജ്യോത്സ്യന്മാരും ഇപ്പൊ ശനി അനുകൂലമാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നതും ഇവർക്ക് ശനി ദോഷസ്ഥാനത്താണ്. അതുപോലെ തന്നെ ഇവരുടെ 3ാം ഭാവം, അതുപോലെ തന്നെ 2ാം ഭാവം, ഇതൊക്കെ ചില സങ്കടങ്ങളാണ് വരുത്തുക എന്ന് പറയും. അപ്പോൾ 3ൽ വരുന്ന സർപ്പം നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതൊന്നുമല്ല. അത് കുംഭൻ രാശിയിലാണ്. അപ്പോൾ ശരീരം സംബന്ധിച്ച് ചില അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ നരമ്പ് സംബന്ധിച്ച് അസുഖങ്ങൾ വരിക, അതുപോലെ തന്നെ വിഷഭയം വരിക, ഇതൊക്കെയാണ് കാത്തിരിക്കുന്ന ചില അസുഖങ്ങൾ. അതുപോലെ തന്നെ ധനനഷ്ടങ്ങൾ വരിക, അവിചാരിതമായിട്ട് ധനനഷ്ടങ്ങൾ വരിക, ദേഹദോഷങ്ങൾ വരിക, ഇതൊക്കെ ഏറ്റവും പ്രധാനമായി കണ്ടത് ശനിയെ കൊണ്ടാണ് കണ്ടത്. അപ്പോൾ ശനി ഒറ്റയ്ക്കല്ല പോകുന്നത്, സൂര്യനോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മീനമാസം സമയത്ത് നരമ്പ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ചില ദോഷങ്ങളോ അസ്ഥി സംബന്ധിച്ചും ദോഷങ്ങൾ വരാം. അതിനേക്കാൾ ഉപരിയായിട്ട് മനഃസ്വസ്ഥത കുറയുന്ന ഒരു അവസരങ്ങളും വരാമെന്ന് പറയും. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നിറവേറാൻ സമയങ്ങൾ തന്നെ എടുക്കും എന്നാണ് ഈ ധനുരാശിയുടെ 2 ഭാഗം നക്ഷത്രക്കാർക്ക് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യേണ്ടത് ഏറ്റവും നല്ല പവിത്രമായ വഴിപാട് ശിവക്ഷേത്ര ദർശനം, ശനിയാഴ്ച വ്രതങ്ങൾ, അത് ഇവരെ ഉദ്ദിഷ്ടകാര്യ സഹായത്തിലെത്തിക്കും. ശനിയാഴ്ച വ്രതങ്ങൾ, ശനീശ്വര പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ശനീശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് ശാസ്താവിനാണല്ലോ. ശാസ്താവിനൊരു വഴിപാട് കഴിക്കുക, അത് കഴിയും വഴിപാടായിട്ട് കഴിക്കുക. എന്നാൽ ശനിയെ മറികടക്കാൻ വേണ്ടിക്കൊണ്ടും ശനി ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ടും ശിവക്ഷേത്രത്തിലും വഴിപാട് കഴിക്കാം. അതും ദോഷങ്ങളില്ലാത്തൊരു വഴിപാടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓങ്കാരത്തിൽ ശബ്ദം വരുന്നത് ശംഖുധാരയാണല്ലോ. ശംഖുധാര വളരെ നല്ലൊരു വഴിപാടാണ്. അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ ദേഹദോഷങ്ങളില്ലാതെ സമാധാനം കിട്ടാനും ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ദേവനൊരു നിവേദ്യം കഴിക്കുക, അതും പരിപൂർണമായി സന്തോഷം കിട്ടും. അലങ്കാരത്തിന് വേണമെങ്കിൽ കൂവളം മാലയും ചാർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവനിൽ നിന്ന് പ്രീതി പിടിച്ചു പറ്റുന്നതും സദാസമയം ശിവമന്ത്രം ചെല്ലുന്നതും ഇവരെ തർക്ക തടസ്സ ദോഷത്തിന് ശരിക്കും നല്ലൊരു വഴിപാടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശാസ്താവിന് ഒരു കഴിയും വഴിപാടും ശിവൻ ഈ വഴിപാടും കഴിക്കുമ്പോൾ ഇവരെ കാത്തിരിക്കുന്ന ഈ ദോഷത്തുനിന്ന് ഉത്തമമായ ഒരു പരിഹാര കർമ്മങ്ങളായിട്ടാണ് ഈ മാസത്തിൽ കടന്നു പോകുന്നത്. പിന്നീട് മകരം രാശി അല്ലെങ്കിൽ മകരക്കൂറ്. ഇതിലെ ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം ഔട്ടത്തിന്റെ 1/2 ഭാഗം ചേർന്ന് വരുന്ന മകരം രാശിക്കാരെ കാത്തിരിക്കുന്നത് ചില അത്ഭുതപൂർവമാവുന്ന ചില കാഴ്ചപ്പാടാണ്. ഇവര് പുതിയ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ വിദ്യാ വിജയങ്ങൾ വരുന്നൊരു അവസരങ്ങളുണ്ട്. ഇവരുടെ 2ാം ഭാവം അതിലെ സർപ്പാണ് അല്ലെങ്കിൽ രാഹുവാണ്. അതുപോലെ തന്നെ ഇവരുടെ 3ൽ വരുന്നത് ശനിയാണ്. ശനി സൂര്യനോട് ചേർന്ന് തന്നെയാണല്ലോ മീനമാസത്തിൽ വരിക. എന്നിരുന്നാലും ഇവിടെ 4ാം ഭാവം ചൊവ്വ. ഈ ചൊവ്വയ്ക്കും വീട്ടില് വേണ്ടത്ര മനസമാധാനം കിട്ടായ്മയും കുടുംബത്തിലെ ചെറിയ വാക്ക് തന്നെ തർക്കങ്ങളാവുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കിയാൽ 2ാം ഭാവം രാഹുവിനും ചില ദോഷങ്ങളുണ്ട്. അപ്പൊ ഇവർ ചെയ്യേണ്ട ഏറ്റവും നല്ല വഴിപാട് 3ലെ ശനി മുടി ചൂടുന്ന പറയാം. അതില് സൂര്യനും കൂടി ഉള്ളത് കൊണ്ട് വിചാരിച്ച അത്ര വരില്ല. എന്നാൽ ഉഷ്ണാധിക്യ രോഗങ്ങൾ സംഭവിക്കുന്ന പറയാം. ഉഷ്ണാധിക്യ അസുഖങ്ങൾ സംഭവിക്കും. അപ്പൊ അതിനായിക്കൊണ്ട് തന്നെ ഏറ്റവും സമാധാനാവാൻ ശിവന് ഒരു ഇളനീർ ധാര കഴിക്കുക. മനസമാധാനത്തിനും ദേഹദോഷത്തിനും ഒരു പരിധിവരെ പരിഹാരവും. പിന്നീട് 4ാം ഭാവം സമാധാനം കിട്ടാനായിട്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ ഗുരുതി പുഷ്പാഞ്ജലിയും അല്ലെങ്കിൽ ഗുരുതി പൂജയോ കഴിച്ചുകൊണ്ട് ശത്രുദോഷത്തിന് ഒരു പരിഹാരം കാണുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവരെ വളരെ വേഗത്തിൽ വിജയിക്കുന്നതും അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെട്ടുകൊണ്ട് സമാധാനം പൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്നതിനും ഏറ്റവും നല്ല വഴിപാടുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക്
എത്തിപ്പെട്ടുകൊണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. അടുത്തതായിട്ട് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിലെ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോർട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിയിൽ കാത്തിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ചില സമാധാനങ്ങൾ കിട്ടും. ഇവർക്ക് ചെറിയ ചില അസുഖങ്ങൾ, അതായത് നീർക്കെട്ട് ദോഷങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചില മനസ്സമാധാന കുറവ്, അത് ശനി 7.5 ശനിയാണല്ലോ. ഈ 7.5 ശനി കൊണ്ട് അലിയുന്ന ഒരു അവസരങ്ങൾ വരും. ഇതിന് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇവർക്ക് പൂർണ്ണമായ ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും എത്താനും കാര്യങ്ങളെ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിനും 7.5 ശനി എന്നുള്ള ശനീശ്വരൻ തന്നെ ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് ഒരു വഴിപാട് കഴിക്കുക. അത് ഏറ്റവും പ്രധാനമായിട്ട് ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശനീശ്വര പൂജകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനം, അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഒരു നല്ല വഴിപാടായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഈ വഴിപാട് കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ദോഷത്തുനിന്ന് ഒരു പരിധി വരെ പരിഹാരങ്ങളാണ്. അതുപോലെ തന്നെ രത്നം അല്ലെങ്കിൽ ഇതിൽ വരുന്ന ശനീശ്വരനും ഒരു പരിഹാരങ്ങളാണ്. പിന്നെ അതിലുള്ളത് സർപ്പമാണല്ലോ. സർപ്പക്ഷേത്രത്തിലെ ഒരു സർപ്പപൂജയൊക്കെ ചെയ്യുന്നത് ദേഹത്തിൽ അല്ലെങ്കിൽ തൊലിപ്പുറമെ വരുന്ന അസുഖങ്ങൾ സംഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാഗങ്ങൾക്ക് അല്ലെങ്കിൽ സർപ്പത്തിനും ഒരു വഴിപാട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷത്തിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ ആത്മസമാധാനത്തോടെ സന്തോഷത്തോടെ മീനമാസത്തിൽ മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് മീനക്കൂറാണ്. മീനക്കൂറിൽ പൂരോരട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഇങ്ങനെ 2.25 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ലഗ്ന ശനി, അതുപോലെ തന്നെ ലഗ്ന സൂര്യൻ, ഇങ്ങനെയൊക്കെയുള്ള പറയുക. അതായത് ഇതിൽ തന്നെയാണ് ഈ 2 ഗ്രഹങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് 4-ലാണ് വ്യാഴം വരുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ബുധൻ ചൊവ്വ എല്ലാ ഗ്രഹങ്ങൾക്കും ഇവർക്ക് ഒരു ഉദ്ദേശ ഫലങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസരങ്ങളും, അതുപോലെ തന്നെ ദേഹദോഷങ്ങളും, അതുപോലെ തന്നെ സമാധാനം കിട്ടാത്ത അവസരങ്ങളും, പിന്നിൽ നിന്ന് കുത്തുന്ന ശത്രുദോഷങ്ങളും ഒക്കെ സംഭവിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഈ മീനമാസം എന്ന് പറയും. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങളൊക്കെ ഈ തരത്തിൽ നിൽക്കുമ്പോഴും ഇതിന്ന് പൂർണ്ണമായ ഐശ്വര്യം കിട്ടാനും ഇവർക്ക് ഏറ്റവും നല്ലത് 2 ദിവസങ്ങൾ വ്രതം എടുക്കണം. അതായത് ഒരു വ്രതം വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുക, 4-ൽ വരുന്ന വ്യാഴത്തിന് മറികടന്നുകൊണ്ട് വിജയിക്കാം. പിന്നീട് 1 ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക, അത് ജന്മശനിയുടെ ദോഷങ്ങൾ തീരാനായിട്ട്. അത് വ്രതം എടുത്തുകൊണ്ട് ശാസ്താവെങ്കിലും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും കഴിയും വഴിപാടായി കഴിക്കുക. അതിൽ ഏറ്റവും ദുരിതപ്പെടുന്ന ഒരു അവസരങ്ങൾ ഉള്ളത് കൊണ്ട് ശാസ്താവിന് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നീരാഞ്ജനം ഒരു വഴിപാട് തന്നെയാണ്. അല്ലെങ്കിലോ എല്ലാ ഗ്രഹങ്ങളെ അനുകൂലിച്ചുകൊണ്ട് പൂർണ്ണമായ സമാധാനം കിട്ടാനായിക്കൊണ്ട് നവഗ്രഹ ഹോമം എന്നുള്ളൊരു വഴിപാടുണ്ട്. നവഗ്രഹ പൂജയല്ല, നവഗ്രഹ ഹോമം. അപ്പോൾ ഈ ഗ്രഹങ്ങളെ ഹോമിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തുന്ന ഒരു അവസരത്തിന് നവഗ്രഹ ഹോമം ചെയ്യുമ്പോൾ അതോടുകൂടെ തന്നെ ഇവരുടെ 2-ൽ വരുന്നത്, അതായത് ഈ മീനൻ രാശിയുടെ 2-ൽ വരുന്നത് മേടൻ രാശിയാണല്ലോ. മേടൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണല്ലോ. ഈ ചൊവ്വ കൂടി ഒന്ന് പ്രീതിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഉജ്ജ്വല വിജയങ്ങൾ, അതായത് പരീക്ഷാ വിജയങ്ങളും അതുപോലെ തന്നെ ഇലക്ഷനിലെ വിജയങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യസാധ്യ വിജയങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാര്യസാധ്യ വിജയം കിട്ടാനായിക്കൊണ്ട് ചൊവ്വയെ ഒന്ന് പ്രസാദിപ്പിക്കുക, അതിന് പ്രീതിപ്പെടുത്തുക. അതിന് ഏറ്റവും നല്ല വഴിപാട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ ഗുരുതി പൂജ ഒരു ഉത്തമ വഴിപാടാണ്. അതുപോലെ തന്നെ ദേഹശത്രു മുട്ടുകൾ കൂടി തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നവഗ്രഹ ഹോമം അതുപോലെ തന്നെ ഈ വഴിപാട് 2 വഴിപാട് ചേർന്ന് കഴിക്കുക. അതുപോലെ 2 വ്രതങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ഇവരെ ആരാലും തോൽപ്പിക്കപ്പെടാതെ വിജയിക്കുന്ന ഒരു അവസരത്തിൽ ഇവർ എത്തിപ്പെടും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഈ വഴിപാടുകൾ കുറച്ച് ധനച്ചെലവുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ക്ഷേത്ര വഴിപാടും ക്ഷേത്രത്തിൽ നേരെ ചെന്നുകൊണ്ടുള്ള പ്രാർത്ഥനകളും ക്ഷേത്രത്തിൽ കാണിക്കുന്ന ഈ പൂജ സമ്പ്രദായങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും നന്മ തന്നെയാണ് സംഭവിക്കുക. അതുപോലെ തന്നെ വ്രതങ്ങൾ എടുക്കുന്നതും നല്ല കാഴ്ചപ്പാടോടുകൂടെ വ്യാഴാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് കഴിച്ചുകൊണ്ട് ദേവനെ പ്രീതിപ്പെടുത്തുന്നതും ഒരു ഉത്തമ മാർഗമാണ്. അങ്ങനെ 27 നക്ഷത്രക്കാർക്ക് മീനമാസത്തിലെ ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വിജയം കിട്ടിക്കൊണ്ട് വരും ദിവസങ്ങളിലും പൂർണ്ണമായ സന്തോഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. എന്തുകൊണ്ടെന്നാൽ പ്രേക്ഷകരെ എൻ്റെ സ്വന്തം പ്രേക്ഷകരായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിച്ചു തരുന്ന എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും നമസ്കാരവും സമർപ്പിക്കുന്നു.